الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടെ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന ഫീ മൻ കാന ഖബ്ലകും റജുലുൻ ഖതല 99 നഫ്സ. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൽ ഒരു വ്യക്തിയുണ്ടായിരുന്നു, 99 ആളുകളെ കൊന്നുകളഞ്ഞ ഒരു വ്യക്തി. ഫസഅല അൻ അഅലമി അഹ്ലിൽ അർദ്. ഈ വ്യക്തിക്ക് പിന്നീട് കുറ്റബോധമുണ്ടാവുകയും ഭൂമിയിൽ ഉള്ളവരിൽ ഏറ്റവും ഇൽമുള്ള ആളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. ഫദുല്ല അല റാഹിബിൻ ഫഅതാഹ്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഒരു ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, ആലിമല്ലാത്ത എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് വിവരം ലഭിക്കുകയും ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോവുകയും ഫഖാൽ, ആ വ്യക്തിയോട് ചോദിക്കുകയും ചെയ്തു, ഇന്നഹു ഖതല 99 നഫ്സ ഫഹൽ ലഹു മിൻ തൗബ. 99 ആളുകളെ കൊന്ന ഒരു വ്യക്തി, 99ഓളം ആളുകളെ കൊന്ന ഒരു വ്യക്തിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫഖാൽ, ആ വ്യക്തി പറഞ്ഞു, ലാ. ആ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആലിമല്ലാത്ത ആ വ്യക്തി മറുപടി പറഞ്ഞു, ലാ. അങ്ങനെ 99 ആളുകളെ കൊന്ന ആൾക്ക് തൗബയൊന്നുമില്ല. ഫഖതലഹ്. നിരാശനായ ഈ വ്യക്തി ആ പറഞ്ഞ ആബിദായ വ്യക്തിയെ കൂടെ വധിക്കുകയാണ്. ഫകമ്മല ബിഹി 100. അങ്ങനെ 100 തികച്ചു. സുമ്മ സഅല അൻ അഅലമി അഹ്ലിൽ അർദ്. പിന്നീട് അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടാവുകയും ആലിമായ വ്യക്തിയെക്കുറിച്ച്, ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. ഫദുല്ല അല റജുലിൻ ആലിമിൻ. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ആലിമായ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഫഖാൽ, അങ്ങനെ ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോവുകയും താൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്നഹു ഖതല 100 നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബ. 100 ആളെ കൊന്ന ഒരു വ്യക്തി, 100 ആളെ കൊന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തൗബയുണ്ടോ എന്ന് ആലിമായ ഈ വ്യക്തിയോട് ഇദ്ദേഹം ചോദിച്ചു. ഫഖാല, ആലിമായ ഈ വ്യക്തി പറഞ്ഞു, നഅം, അതെ, തൗബയുണ്ട്. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. തൗബക്കിടയിൽ മറയിടാൻ, തെറ്റ് ചെയ്ത ആൾക്കും തൗബക്കുമിടയിൽ മറയിടാൻ ആർക്കാണ് സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും തൗബക്കുമിടയിൽ മറയിടാൻ ആർക്കാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഉപദേശിച്ചു, ഇൻതലിഖ്, താങ്കൾക്ക് തൗബ ചെയ്യാം, തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. തൗബക്കിടയിൽ മറയിടാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുകയും എന്നിട്ടൊരു ഉപദേശം കൊടുക്കുകയും ചെയ്തു. ഇൻതലിഖ് ഇലാ അർദി കദാ വ കദാ. താങ്കൾ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅ്ബുദൂന അല്ലാഹ ഫഅ്ബുദില്ലാഹ മഅഹും. അവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് താങ്കൾ ജീവിക്കണം. വലാ തർജിഅ് ഇലാ അർളിക്. താങ്കൾ താങ്കളുടെ ഈ നാട്ടിലേക്ക് ഇനി തിരിച്ചു വരരുത്. ഫഇന്നഹാ അർളു സൂഅ്. കാരണം അത് മോശം നാടാണ്. അങ്ങനെ ഫൻതലഖ ഹത്താ ഇദാ നസഫ ത്വരീഖ അതാഹുൽ മൗത്ത്. ആ വ്യക്തി ഈ ആലിം നിർദ്ദേശിച്ച നാട്ടിലേക്ക് പുറപ്പെടുകയും വഴിക്ക് വെച്ച്, വഴിമധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ മരണം പിടികൂടുകയും ചെയ്തു.
ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മതി വമലായികത്തുൽ അദാബ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദാബിന്റെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും തർക്കിച്ചു. ഫഖാലത് മലായികത്തുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ പറഞ്ഞു, ജാഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹ്, ഈ വ്യക്തി തൗബ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തന്റെ ഖൽബ് കൊണ്ട് മുന്നിട്ട് പുറപ്പെട്ട വ്യക്തിയാണ്. വഖാലത് മലായികത്തുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്ത്, ഈ വ്യക്തി ഒരു നന്മയും ചെയ്തിട്ടില്ല, ഈ വ്യക്തി ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഫഅതാഹും മലക്കും ഫീ സൂറത്തി ആദമിയ്യിൻ, അവർക്കിടയിലേക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്ക് വന്നു. ഫജഅലൂഹു ബൈനഹും, എന്നിട്ട് അവർക്കിടയിൽ വിധി പറഞ്ഞു. ഫഖാല, ആ വന്ന മലക്ക് പറഞ്ഞു, ഖീസു മാ ബൈനൽ അർളൈൻ, ആ രണ്ട് നാടുകൾക്കിടയിൽ അളക്കുക. ഫഇലാ അയ്യതിഹിമാ കാന അദ്നാ ഫഹുവ ലഹ്, ഏത് നാട്ടിലേക്കാണോ ഈ വ്യക്തിക്ക് കൂടുതൽ അടുപ്പമുള്ളത് അതവനുള്ളതാണ് എന്ന് പറഞ്ഞു. ഫഖാസൂഹു ഫവജദൂഹു അദ്നാ ഇലൽ അർളി ലത്തി അറാദ, അങ്ങനെ അളക്കുകയും താൻ പുറപ്പെട്ട നാട്ടിലേക്ക്, ഇന്നാലിന്റെ നാട്ടിലേക്ക് പോകണമെന്നൊരു ആലിം പറഞ്ഞല്ലോ, ആ നാട്ടിലേക്കാണ് കൂടുതൽ അടുപ്പമെന്ന് അളവിൽ ലഭിക്കുകയും ചെയ്തു. ഫഖബലതുഹു മലായികത്തുർ റഹ്മ, അങ്ങനെ റഹ്മത്തിന്റെ മലായികത്തുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഫവായിദുകൾ, ഒരുപാട് ഗുണപാഠങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതിൽ 9ഓളം കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ, അൽ മആസി വൽ ഫസാദു ഫിൽ അർളി ലാ തജ്ലിബു സആദത ലിൽ ഇൻസാൻ, പാപങ്ങൾ ഒരിക്കലും നമുക്ക് സൗഭാഗ്യം നേടിത്തരികയില്ല എന്നുള്ളതാണ്. പാപങ്ങൾ കൊണ്ടൊരു സൗഖ്യം, പാപം കൊണ്ടൊരു സമാധാനം ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് 99ഓളം കൊലപാതകം ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തിന് നിരാശ വരികയാണ്. പാപങ്ങൾ അങ്ങനെയാണ്. ഒരു പാപത്തിൽ നിന്നും, അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് നമുക്ക് വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും ആത്യന്തികമായൊരു സന്തോഷമോ സമാധാനമോ സൗഖ്യമോ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പാപങ്ങൾ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഒരു പാപത്തിൽ നിന്ന് പിന്നെയും പാപങ്ങളിലേക്ക് ആ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അതിനേക്കാൾ വലിയ പാപങ്ങളിലേക്ക് അവന്റെ മനസ്സിലെ നിരാശയുടെ തീയെ കെടുത്തിക്കളയാൻ വേണ്ടി പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പാപത്തിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കുകയില്ല. പാപങ്ങൾ നിരാശയുടെ വലിയ പടുകുഴിയിലേക്ക് നമ്മെ തള്ളിയിടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഫയാ ലഹാ നാറൻ ഖദ് ഉസിബ ബിഹൽ ഖൽബു ഫീ ഹാദിഹി ദാർ ഖബ്ല നാരില്ലാഹ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നരകത്തിന്റെ തീയുണ്ട്. ആ തീ വരുന്നതിന് മുമ്പ്, ആ അഗ്നിയിൽ കിടന്നു ഉരുകുന്നതിന് മുമ്പ് മനുഷ്യന്റെ ഹൃദയത്തിൽ കത്തിക്കപ്പെടുന്ന വല്ലാത്തൊരു തീയാണ് ആ നിരാശ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒരു പാപത്തിൽ നിന്നും നമുക്കൊരു സമാധാനമോ സന്തോഷമോ ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് നമുക്ക് പാപങ്ങൾ വിലക്കിയത്? പാപങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപം ചെയ്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താണ് നഷ്ടമാകാനുള്ളത്? അല്ലാഹുവിന് എന്താണ് കുറവ് വരാനുള്ളത്? നമുക്ക് തന്നെയാണ് സഹോദരങ്ങളെ പാപങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ വരാനുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഗുണപാഠം അതാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഫത്വകൾ ചോദിക്കേണ്ടത്, ദീൻ വിഷയത്തിൽ അറിവുകൾ നമ്മൾ അന്വേഷിക്കേണ്ടത്
ഉലമായിൽ നിന്നാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആളുകളിൽ നിന്നാണ്. അള്ളാഹുവിന്റെ ദീൻ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് കൃത്യമായും പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെയും മഹാന്മാരായ സഹാബത്തിന്റെ ഫഹ്മിന്റെയും അടിസ്ഥാനത്തിൽ ദീൻ പറയുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ ഫത്വകൾ ചോദിക്കേണ്ടതും ദീനിന്റെ അറിവുകൾ അന്വേഷിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിവില്ല എങ്കിൽ അറിവുള്ള അഹ്ലു ദിക്റിനോട്, അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ഹദീസിൽ നമ്മൾ കേട്ടില്ലേ സഹോദരങ്ങളെ, ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയി, നല്ല ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയിട്ടാണ് സംശയം ചോദിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളോടല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഇബാദത്തുകൾ ചെയ്യുന്നു, ഒരു വ്യക്തി ഇബാദത്തുകൾ ചെയ്യുന്നു എന്നത് ആ വ്യക്തി ആലിമാണ്, ദീൻ വിഷയത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രാപ്തനാണ് എന്നതിന്റെ മാനദണ്ഡമല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച, കൃത്യമായും പഠിച്ച, ദീൻ വിഷയത്തിൽ അവഗാഹമുള്ള ആളുകളോട് മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അറിവുകൾ അന്വേഷിക്കേണ്ടതും ചോദിക്കേണ്ടതും. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നവരിൽ നിന്ന്, സംസാരിക്കാൻ വലിയ വൈഭവമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. അത്തരം ആളുകളിലേക്കൊക്കെ ചെന്നുകൊണ്ട് ദീൻ വിഷയങ്ങൾ ചോദിക്കുക, അറിവന്വേഷിക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹമുള്ള ആളുകളോടാണ് മതപരമായ വിഷയങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് എന്ന വലിയൊരു പാഠവും ഈ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, ഖുതൂറത്തുൽ ഖൗലി അലല്ലാഹി തആല ബിഗൈരി ഇൽമ്. അറിവില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നതിന്റെ അപകടം ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. അറിവില്ലാതെ മതവിഷയങ്ങളിൽ സംസാരിക്കുക എന്നത് ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് വലിയ അപകടം വരുത്തി വെക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ നമുക്കറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയാൻ, എനിക്ക് ആ വിഷയം അറിയില്ല എന്ന് പറയാൻ ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ടതില്ല. മഹാനായ ഇമാം നവവി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അദ്റക്തു 20 വ 100 മിനൽ അൻസാർ മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അൻസാറുകളായ 120ഓളം സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. യുസ്അലു അഹദുഹും അനിൽ മസ്അല. അവരിൽ ഒരാളോട് ഒരു മസ്അല ചോദിച്ചാൽ, മതവിഷയത്തിൽ ഒരു അറിവ് ചോദിച്ചാൽ, ഇന്നയാളോട് ചോദിച്ചോളൂ എന്ന് പറയും. ആ വ്യക്തി പറയും, ഇന്നയാളോട് ചോദിച്ചോളൂ എന്ന് പറയും. ഹത്താ തർജിഅ ഇലൽ അവൽ. ആദ്യം ചോദിച്ചത് ആരാണോ ആ വ്യക്തിയിലേക്ക് തന്നെ മടങ്ങും. ആ രൂപത്തിൽ ഇന്നയാളോട് ചോദിച്ചോ, എന്നോട് ചോദിക്കേണ്ട, ആ വ്യക്തിയായിരിക്കും ആ വിഷയത്തിൽ എന്നെക്കാളും അറിവുള്ളത്, ഇന്ന വ്യക്തിയോട് ചോദിച്ചോ, ഇന്ന വ്യക്തിയോട് ചോദിച്ചോ എന്ന് പറഞ്ഞ് ചോദിച്ച വ്യക്തി ആദ്യം ആരോടാണോ ചോദിച്ചത് ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രൂപത്തിൽ എനിക്കറിയില്ല, പൂർണ്ണമായും അറിവില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. മഹാനായ ശഅബി റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരു മസ്അലയിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്ക് ആ വിഷയം അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ആ ചോദിച്ച വ്യക്തി പറഞ്ഞു, അലാ തസ്തഹി മിൻ ഖൗലിക ലാ അദ്രി. ലാ അദ്രി എന്ന് പറയാൻ, എനിക്കറിയില്ല എന്ന് പറയാൻ താങ്കൾക്ക് നാണം തോന്നുന്നില്ലേ? വ അൻത ഫഖീഹുൽ ഇറാഖ്. താങ്കൾ ഇറാഖിലെ വലിയ ഫഖീഹാണല്ലോ, വലിയ പണ്ഡിതനാണല്ലോ. എന്നിട്ട് ലാ അദ്രി എന്ന് പറയാൻ, എനിക്കറിയില്ല എന്ന് പറയാൻ താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാകിന്നൽ മലായിക ലം തസ്തഹി ഹീന ഖാലു ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അല്ലാഹുവേ നീ പഠിപ്പിച്ചതല്ലാതെ ഒരു ഇൽമുമില്ല എന്ന് മലക്കുകൾ. അവർക്കത് പറയാൻ ലജ്ജയില്ലെങ്കിൽ എനിക്കും അങ്ങനെ പറയാൻ നാണമില്ല എന്ന് മഹാനായ ശഅബി റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അറിയില്ലാത്ത വിഷയങ്ങൾ അറിയില്ല എന്ന് പറയാൻ സഹോദരങ്ങളെ ലജ്ജിക്കേണ്ടതില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ദീൻ വിഷയത്തിൽ ഒരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ സ്വന്തത്തിന് തോന്നുന്നതനുസരിച്ച് സംസാരിക്കുന്നവർ, അവരവരുടെ ഹവക്കനുസരിച്ച് ദീൻ വിഷയങ്ങൾ
ഒരു പ്രയാസവുമില്ലാതെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ യഥേഷ്ടം നമ്മൾ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നാലാമത്തേത് സഹോദരങ്ങളെ, ഇജ്തിനാബുൽ യഅ്സി ത്വരീഖുൽ ലിൽ ഫലാഹ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം, ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരാശ ഒഴിവാക്കുക എന്നത് വിജയത്തിന്റെ വഴിയാണ്, വിജയത്തിന്റെ മാർഗമാണ് എന്നുള്ളതാണ്. 99 ആളെ കൊന്നെങ്കിലും 100 ആളെ തന്നെ ഈ വ്യക്തി കൊന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തി നിരാശനായില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഈ വ്യക്തി നിരാശനായില്ല. അദ്ദേഹം തൗബയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തിനെതിരെ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ, ഒരുപാട് തിന്മകൾ ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര അധികം പാപങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പാപങ്ങളുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ നിരാശരാകേണ്ടതില്ല. നമ്മുടെ റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നമ്മുടെ റബ്ബ് റഹീമാണ്. നമ്മുടെ റബ്ബ് നമ്മുടെ ഉമ്മയേക്കാൾ നമ്മോട് കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരാശ വേണ്ടതില്ല. നമ്മുടെ പാപങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ വലുതായി നമ്മൾക്ക് തോന്നുന്നുണ്ടോ? തആദമനി ദംബി ഫലമ്മ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമ. നമ്മുടെ പാപങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നുണ്ടോ? വലുതായി തോന്നുന്നുണ്ടോ എങ്കിൽ അറിയുക സഹോദരങ്ങളെ, നമ്മുടെ പാപത്തെക്കാൾ വലുതാണ്, നമ്മുടെ പാപത്തെക്കാൾ വലുതാണ് നമ്മുടെ റബ്ബിന്റെ അഫ്വ്, നമ്മുടെ റബ്ബിന്റെ കാരുണ്യം, നമ്മുടെ റബ്ബിന്റെ മാപ്പ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങളുടെ വലുപ്പത്തെക്കുറിച്ച് ആലോചിച്ചു, പാപത്തിന്റെ മ്ലേച്ഛതയെക്കുറിച്ച് ആലോചിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ച് ആലോചിച്ചു ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശ ജീവിതത്തിൽ വേണ്ടതില്ല. അഞ്ചാമത്തെ പാഠവും അത് തന്നെയാണ്. ബാബു തൗബത്തി മഫ്തൂഹൻ. തൗബയുടെ വാതിൽ അത് സദാ തുറക്കപ്പെട്ട് കിടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തേത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ സാഹചര്യങ്ങളെയും അങ്ങനെയുള്ള കൂട്ടുകാരെയും നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്, അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. ആലിമായ വ്യക്തി ഈ 100 ആളെ കൊന്ന വ്യക്തിയോട് പറഞ്ഞത്, ഇൻ തലിഖ ഇലാ അർളി കദാ വകദ ഫഇന്ന ബിഹാ ഉനാസൻ യഅബുദൂനല്ലാഹ ഫഅബുദില്ലാഹ മഅഹും വലാ തർജി ഇലാ അർളിക ഫഇന്നഹാ അർളു സൂഅ്. ഈ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുത്. ഈ നാട് മോശം നാടാണ്. സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നാടാണെങ്കിൽ, തെറ്റുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി അവരെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, ഇന്നാലിന്റെ നാട്ടിലേക്ക് പോകണം, അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. നല്ലവരോടൊപ്പം കൂട്ടുകൂടണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന തൗഹീദിന്റെ ആളുകളോട്, സുന്നത്തിന്റെ ആളുകളോട്, പാപങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോട് കൂട്ടുകൂടണം. ശിർക്കിന്റെ ആളുകളോട്, ബിദ്അത്തിന്റെ ആളുകളോട്, തിന്മയുടെ ആളുകളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന വലിയൊരു പാഠവും സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏഴാമത്തെ കാര്യം പരിശ്രമം സിദ്ഖിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ് എന്നതാണ്. ഈ വ്യക്തി സത്യസന്ധനാണ്. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ തൗബയിൽ സത്യസന്ധതയുള്ള ആളായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം തൗബയുടെ പൂർണ്ണതക്ക് ഈ നാട് വിട്ടു ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ, ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ, ഞാൻ കളിച്ചു വളർന്ന നാടല്ലേ, എന്റെ കൂട്ടുകാരുള്ള നാടല്ലേ, എന്റെ കുടുംബങ്ങളുള്ള നാടല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹം വലിയൊരു ത്യാഗത്തിന് തയ്യാറാവുകയാണ്.
വലിയൊരു ത്യാഗത്തിന് തയ്യാറാവുകയാണ്. സഹോദരങ്ങളെ പരിശ്രമം നമ്മുടെ സിദ്ഖിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ്. സിദ്ഖുള്ളവരാണ് നമ്മളെങ്കിൽ, സത്യസന്ധതയുള്ളവരാണ് നമ്മളെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ പാഠം അഹമ്മിയത്തു അഅമാലിൽ ഖുലൂബ്, അഅമാലുൽ ഖുലൂബിന്റെ പ്രാധാന്യമാണ്. ഈമാനിന്റെ അതുപോലെ തന്നെ ഇഖ്ലാസിന്റെ ഒക്കെ പ്രാധാന്യമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഇന്നൽ അഅമാല തതഫാളു ബിതഫാളുലി മാ ഫിൽ ഖുലൂബി മിനൽ ഈമാനി വൽ ഇഖ്ലാസ്. നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകൾ ഖൽബിലുള്ള ഈമാനിനും ഇഖ്ലാസിനും അനുസരിച്ച് അതിന്റെ ശ്രേഷ്ഠതയിൽ, അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടാകും. وإن الرجلين لا يكون مقامهما في الصف واحدا وبين صلاتيهما كما بين السماء والأرض. ഒരു സൊഫിൽ തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്ന് നമസ്കരിക്കുന്ന രണ്ടാളുകൾ, ആ രണ്ട് ആളുകളുടെ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ആകാശഭൂമിയുടെ വ്യത്യാസമുണ്ടായിരിക്കും. ഒരേ നിസ്കാരം തന്നെ ഒരേ മസ്ജിദിൽ വെച്ച് ഒരേ ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് ചേർന്ന് നിന്ന് നമസ്കരിക്കുന്ന രണ്ടാളുകൾ, ഒരേ ഇബാദത്താണ് അവർ ചെയ്യുന്നത്. എന്നാൽ അവർക്കുള്ള പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ടാകുമെന്നാണ് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ? അത് ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും അടിസ്ഥാനത്തിൽ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച്, നിങ്ങൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും മഹാന്മാരായ സഹാബത്ത് ചിലവഴിച്ച ഒരു കൈക്കുമ്പിളിന്റെ അത്ര പോലും പ്രതിഫലം എത്തിക്കുവാൻ അതുകൊണ്ട് സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ അതിൽ വ്യത്യാസം വരുന്നത്? ഈമാനാണ്, ഇഖ്ലാസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനും ഇഖ്ലാസും നല്ല രൂപത്തിൽ മൂർച്ച കൂട്ടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന വലിയൊരു പാഠവും ഈ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, 9ാമത്തെ കാര്യം, അൽ മൗതു യഅതി ബഗ്തതൻ. മരണം ഏത് സമയത്തും പെട്ടെന്ന് നമ്മിലേക്ക് കടന്നു വരാവുന്ന കാര്യമാണ്. ഈ വ്യക്തി തൗബ ചെയ്തുകൊണ്ട് ഒരു നാട്ടിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹം ഉദ്ദേശിച്ച നാട്ടിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നില്ല. അതിനു മുമ്പ് തന്നെ വഴിമധ്യത്തിൽ വെച്ച് തന്നെ ആ വ്യക്തി മരണപ്പെടുകയാണ്. ഇതുള്ളൂ മനുഷ്യന്റെ കാര്യം സഹോദരങ്ങളെ. ഏത് സമയത്തും അല്ലാഹു നിശ്ചയിച്ച അവധിയെത്തിയാൽ മരണത്തിന്റെ മുമ്പിൽ കീഴൊതുങ്ങേണ്ടവരാണ് എന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വയനാട് നടന്ന ദുരന്തം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാലോ അല്ലേ? ഒരു രാത്രി കിടന്നുറങ്ങിയ ആളുകൾ പുലർച്ചെയാകുമ്പോഴേക്ക് അല്ലെ എത്ര പേരുടെ ജീവനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോയത്. എത്ര പ്രതീക്ഷകളോടുകൂടി കിടന്നുറങ്ങിയ ആളുകളാണ് സഹോദരങ്ങളെ. മരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒന്നല്ല. പ്രായം മരണത്തിന് മാനദണ്ഡമല്ല. ആരോഗ്യം മരണത്തിന് മാനദണ്ഡമല്ല. ഏത് സമയത്തും അല്ലാഹു നിശ്ചയിച്ച അവധിയെത്തിയാൽ മരണം നമ്മിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് മരണത്തിന് വേണ്ടി നല്ല രൂപത്തിൽ തൗബ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് തയ്യാറായിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നല്ല രൂപത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.